വിവാഹം കഴിഞ്ഞ് ആദ്യമായി ജനിച്ച കുഞ്ഞ് ഏകദേശം 1 മാസത്തിനുള്ളിൽ മരണപ്പെടുകയും ഒപ്പം രണ്ടാമത്തെ കുഞ്ഞ് ജനറ്റിക് ഡിസോർഡറോട് കൂടി ജനിക്കുകയും ചെയ്ത ഒരു ദമ്പതികളെയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ട് മൂന്നാമതായി അവർക്ക് ജനിച്ചത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണ്. അവരെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. അവരുടെ അനുഭവം എന്തായിരുന്നു നമുക്ക് കേൾക്കാം. നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് എന്താണെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കാന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? ലത്തീഫ്, ഇവള് റുബീന, മുഹമ്മദ് റിഷാലി. മുഹമ്മദ് റിഷാല്, കോഴിക്കോട് വടകര. കോഴിക്കോട് വടകര അല്ലേ? ഓക്കെ. എന്ത് ചെയ്യുന്നു താങ്കൾ? ഞാൻ വിദേശത്തായിരുന്നു, ഇപ്പോൾ ചികിത്സക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ വിദേശത്തുള്ളൊരു ജോലി വിട്ടിട്ടാണ് ഇപ്പോ നാട്ടിൽ സെറ്റിൽ ആയത്. എത്ര നാളായി അങ്ങനെ ഒരു ജോലി മാറിയിട്ട് നാട്ടിൽ? 5 വർഷത്തിന്റെ അടുത്ത്. 5 വർഷം. പറയൂ, എങ്ങനെയാണ് നിങ്ങൾ ക്രാഫ്റ്റിലേക്ക് എത്തിപ്പെട്ടത്? യൂട്യൂബിലൊക്കെ കണ്ട് പിന്നെ അടുത്തുള്ള അയൽവാസി ഇവിടെ വന്നിട്ട് 2 കുട്ടികളെയും കിട്ടിയിട്ടാ പോയെ. അവരൊക്കെ പറഞ്ഞൊരു സപ്പോർട്ടുണ്ട് വന്ന ഇവിടെ. ശരിക്കും വിവാഹം കഴിഞ്ഞിട്ട് എത്ര സമയം, എത്ര നാളായി? 20 വർഷം. 20 വർഷമായി. 20 വർഷത്തില് റിഷാല് ജനിക്കാനുണ്ടായിരുന്ന ആ സംഭവം എങ്ങനെയായിരുന്നു? റിഷാലിന്റെ മുന്നേ വേറൊരു കുട്ടി ജനിച്ചു. കല്യാണം കഴിഞ്ഞ പാട് ഗർഭിണി ആയിക്കാണ്. നോർമലായിട്ട് തന്നെ ആയതാ. അത് ഒരു പെൺകുട്ടിയാണു. അതൊരു മാസം ജീവിച്ചിട്ടുള്ളൂ, മരിച്ചുപോയി. ഈ ജനറ്റിക് തകരാറാണ്. പിന്നെ 2 വർഷം കഴിഞ്ഞാലാണ് മുഹമ്മദ് റിഷാദ് ജനിക്കുന്നത്. അവനും അതേ തന്നെ ജനറ്റിക്കിൻ്റെ പ്രശ്നം, മാക്സൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജനിതക വൈകല്യമാണ്. അങ്ങനെ ഒരു മാക്സ് സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് എപ്പോഴാണ് മനസ്സിലാക്കിയത്? നമ്മൾ വീട്ടിൽ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞേരം മോനൊരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞ് ഓനെ വേറെ എവിടെയെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ വടകരയുള്ള ബാബു ഫ്രാൻസിനെ കാണിച്ചേരോ, ഇങ്ങനെ ഒരു ചെറിയൊരു താടിയൊക്കെ കണ്ടേരോ. അവൻ ഓറ് പറഞ്ഞു, പിന്നെ നിങ്ങൾ കൊച്ചിയിലുള്ള അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കുട്ടിക്ക് ഇങ്ങനെ വൈകല്യമുള്ള കുട്ടിയാണ്, ഫുൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അവിടെ ഷീല നമ്പൂതിരി എന്ന് പറയുന്ന ഡോക്ടർക്ക് കാണിച്ചു, ജനറ്റിക്കിൻ്റെ. അവർ ഫുൾ ടെസ്റ്റ് ചെയ്തവരാണ് ഇങ്ങനത്തെ മാക്സൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം ബാധിച്ച കുട്ടിയായതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് നമ്മളെ ജീനിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ല, അവിടെ വെച്ച് നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളത് കേട്ടു പോകുന്നു. റിഷാലിനെ എങ്ങനെയാണ് നമുക്ക് പറയാം? റിഷാലിന്റെ ഒരു ദൈനംദിന റൂട്ടീൻ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് നിങ്ങൾ റിഷാലിനെ നോക്കുന്നത്? അവൻ എങ്ങനെയാണ് നിങ്ങളോട്? അവന് കിടന്നടിക്കാണ് ഫുള്ളും. ഓന് ഒന്നും ചെയ്യലില്ല. ഒരു 6 വയസ്സായ ഒന്ന് കുമ്പിടുകയും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് കുമ്പിടുകയും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. ഇപ്പം 18 വയസ്സായി. പിന്നെ കൊറോണ സമയത്ത് പിടിച്ചു നിൽക്കുന്ന സ്റ്റേജ് വരെ എത്തിക്കേനു. കൊറോണ സമയത്ത് നമുക്ക് ഫിസിയോതെറാപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല, വീട്ടിലായിപ്പോയി. അങ്ങനെ നട്ടലൊക്കെ വളഞ്ഞ് പിന്നെ ഫുൾ ബേക്കോട്ടായിപ്പോയി. ഇപ്പം കിടന്നെടുക്കുക തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ എന്നെ ഉമ്മ അങ്ങനെ വിളിക്കും. ഇവർ വന്നതിന് ശേഷം ഇവരെയും വിളിക്കലായി. ഇവർ നാട്ടിൽ ഗൾഫിൽ തന്നെയാണു. പിന്നെ ഞാൻ തന്നെ മോനെ ഫിസിയോതെറാപ്പിക്കും അതിനെല്ലാം കൊണ്ടുപോക്കെ. ഹോസ്പിറ്റലിൽ പോയി ചികിത്സക്ക്, എടപ്പാള്, ചങ്ങനാശ്ശേരി, അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ചികിത്സ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അവിടെ നിന്നെല്ലാം ഇങ്ങനെ കുറേ പൈസ പോകുന്നല്ലാണ്ട് ഒന്നും റെഡി ആയില്ല. പിന്നെ കുറേ ഡോക്ടറും പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന് റെഡി ആവില്ല, നിങ്ങൾ ദത്തെടുക്കല, നല്ല വെറുതെ പൈസ പോക്കണ്ട, അങ്ങനെ ഇതൊക്കെ പറഞ്ഞ്. നമ്മൾ ലാസ്റ്റ് വന്ന് അഷ്റഫ് ഡോക്ടറെ അടുത്ത് വന്നേരം ഇവള് ഡോക്ടറെ അടുത്ത് വന്ന് കുറേ കരയെല്ലാം ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, കരയൊന്നും വേണ്ട, ഇവിടുന്ന് ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖം കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ അതേപോലെ തന്നെ അൽഹംദുലില്ലാ അതേപോലെ തന്നെ നമുക്കൊരു കുഞ്ഞിനെ കിട്ടി. അള്ളാൻ്റെ നമ്മളെ രക്തത്തിൽ നിന്ന് കുഞ്ഞിനെ തന്നെ കിട്ടി. അതായത് റിഷാല് ജനിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായല്ലോ ഒരു ജനതികമായിട്ടുള്ള ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ക്രാഫ്റ്റിലേക്ക് വന്നപ്പോൾ ആ വിശേഷം പറഞ്ഞപ്പോൾ എന്താണ് തുടങ്ങിയത്, എങ്ങനെയാണ് അത്? അഷ്റഫ് ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ജനറ്റിക്കിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ഋതുമേഡാണ്, അവരെ പോയി കാണാം. അപ്പോൾ അവരെ പോയി കണ്ടേരും പറഞ്ഞ് PGD എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തണം. നമ്മളെ PGD എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മളെ 2ആളും ചെയ്തു. നമ്മൾ കാരിയോ ടൈപ്പ് ചെയ്തു. അതിലാണ് കംപ്ലൈൻറ്റ് മനസ്സിലായത്, നമ്മളെ ജീനിന് തകരാറുണ്ട്. ഹസ്ബൻഡിനും വൈഫിനും 2 പേർക്കും തകരാറുള്ളത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ആയിപ്പോന്നതെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ എംബ്രിയോ എടുത്തു PGD ചെയ്യണം, അതിൻ്റെ അകത്തുള്ള കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ 5 ഭ്രൂണം കിട്ടി. അതിൻ്റെ അകത്ത് ഒന്ന് ഇതുപോലത്തെ മാസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്ന വൈകല്യമുള്ള ഭ്രൂണാണ്. ബാക്കി 4 എണ്ണം ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരെണ്ണമാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പോൾ ആ മോനാണിത്. ഇതിപ്പോ ഏത് സമയത്താണ് ക്രാഫ്റ്റിൽ വന്നത്? ഏത് വർഷമാണ്? 2019 വന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പാട് പിന്നെ കൊറോണ വന്ന് പിന്നെ അത് സ്റ്റോപ്പായി പോയി. പിന്നെ കൊറോണ ഒക്കെ മാറിയതിന് ശേഷം നമ്മൾ പിന്നെ വന്ന് രണ്ടാമത് ചികിത്സിച്ചു. അപ്പോൾ എത്ര എംബ്രിയോസ് ഉണ്ടായിരുന്നു? 5 എംബ്രിയോസ്. അതിൽ ഒന്ന് വേണ്ട സിൻഡ്രോമുള്ള ഭ്രൂണാണ്. ബാക്കി 4 എണ്ണം ഹെൽത്തി ആയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം ട്രാൻസ്ഫർ ചെയ്ത് അത് പിന്നെ പ്രഗ്നൻസി പിന്നെ നമുക്കൊരു കുഞ്ഞിനെ കിട്ടി. ഒരെണ്ണം ട്രാൻസ്ഫർ ചെയ്ത് സക്സസ് ആയി കുട്ടി കിട്ടിയ. ഇനി 3 എണ്ണം ഇവിടെ എംബ്രിയോ ഉണ്ട്. 3 എംബ്രിയോ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ഫീൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മളെ മോനെ ഒരു കൂടപ്പുറപ്പിനെ കിട്ടി. അതെ, അവൻ കുഞ്ഞിനെ കണ്ടോ? അവൻ കണ്ട് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നാട്ടിലായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ വേറെന്തോ ആണ് തെറ്റിദ്ധരിക്കുക. നമ്മൾ വേറെ കുട്ടികളെ അങ്ങനെ ചെയ്യുന്നതാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളെ തന്നെ കുട്ടീനെയാണ് നമുക്ക് കിട്ടുന്നത്. മടി കാണിക്കുന്നത് അതാണ്. ഓരോരുത്തർ ഇങ്ങനെ നമ്മളോട് വീട്ടിൽ വന്നിട്ട് ചോദിക്കും അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ടെൻഷൻ അടുപ്പിക്കും. വന്നിട്ട് ഇത് വേറെ ആളത് വെക്കും അങ്ങനെ എങ്ങനെയാണെന്ന്, വേറെ ആളതാണോ വെക്കുന്നത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് നിങ്ങളുടെ കുഞ്ഞാണ് എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ഉറപ്പാണ് കിട്ടിയത്? എങ്ങനെയാണ് നിങ്ങൾക്ക്? നമുക്ക് അഷ്റഫ് ഡോക്ടറായിട്ടുള്ള ഒരു ആ വിശ്വാസത്തിന്മേലാണ് നമ്മൾ മുന്നോട്ട് പോയത്. നിങ്ങളെ കുഞ്ഞിനെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഒരു ഉറപ്പ് പറഞ്ഞു. ചികിത്സാ രീതിയിലും നമുക്ക് മനസ്സിലായി. ഇവരെ സെമനെടുത്ത് എൻ്റെ ഭ്രൂണെടുത്ത് നമ്മൾ രണ്ടാളും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു വിശ്വാസം ഉണ്ടാവില്ല. അതല്ലാതെ നമ്മുടെ എംബ്രിയോളജിസ്റ്റും അതേപോലെ ജനറ്റിക് ഡോക്ടർ എല്ലാം ഇത് എങ്ങനെയാണ് പ്ലേറ്റിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതൊക്കെ പറഞ്ഞത് ഒരു കാരണവശാൽ അത് തെറ്റിപ്പോകില്ല എന്നുള്ളത് 100% ഉറപ്പോട് കൂടിയാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത് അങ്ങനെ ഒരു ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വരണമെന്നുണ്ട്. പക്ഷേ ഈ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ പിന്നെ അയൽവാസികളായിക്കോട്ടെ അങ്ങനെയൊക്കെ ഒരു ഇവിടെ വന്ന് കുറേയൊക്കെ കുട്ടികളില്ലാത്തവരുണ്ട്, വരണം എന്നുള്ളതുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനൊരു ഭയം, ഇത് വേറെ ആളതാണോ വെക്കുക അങ്ങനെ ഒരു ഇത്. പക്ഷെ നമ്മളെ കാര്യങ്ങളെല്ലാം അവരോടൊക്കെ പറഞ്ഞേക്ക് നമ്മളത് തന്നെയാന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. നല്ല ഇത് ഇപ്പോൾ ക്രാഫ്റ്റിൽ വന്നിട്ട് ഇങ്ങനെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ ട്രീറ്റ്മെന്റും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റി. മറ്റുള്ള സ്ഥലങ്ങളിൽ കുറെ ട്രീറ്റ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പറ്റുക? ഇവിടെ വന്നത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നമ്മൾ വേറെ ചികിത്സയൊക്കെ പോയാലോ സർജറി ഒക്കെ ചെയ്തേരം ചെറിയൊരു പ്രശ്നം വന്നേരം വേറെ അടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി അവരെപ്പാട് കൈ ഒഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറെ എല്ലാത്തിനുള്ള ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ സ്കാനിങ്ങിന് നിങ്ങൾ അപ്പുറം പോയിട്ട് മറ്റേ തൈറോയിഡിന്റെ ടെസ്റ്റിന് വരെ വേറെ പുറത്തേക്ക് പറഞ്ഞത്. അവിടെ ഫെസിലിറ്റി ഇല്ല. വേറെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച പാട് വേറെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകും. പിന്നെ റൂം അതിലുള്ള അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ല ഇവിടെ. PGD വരെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ വേറെ ഹോസ്പിറ്റലെല്ലാം പോയാൽ അത് വേറെ ഇവിടെ അയക്കണം എന്നല്ല പറയുന്നത്. ഇവിടെ PGD ഋതു മേഡം തന്നെ ചെയ്ത് നമ്മളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്, നമ്മളെ വിളിച്ചു നോക്കുന്നുണ്ട്. ഹരിസാറെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. സാറാ നമ്മൾ അധികം വിളിച്ച് സംസാരിക്കുകയും ഇന്നേത പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കി തരുകയെല്ലാം ചെയ്ത്. ഋതു മേഡം മലയാളം സംസാരിക്കാത്തതിനെ കൊണ്ട് ഹരിസാറെല്ലാം വിളിച്ച് നമ്മളെ മനസ്സിലാക്കി തരും. അവരോട് നല്ല നന്ദി പറയണം. ഇപ്പൊ ഇങ്ങനത്തെ ചികിത്സയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. ഇതിപ്പോ എന്നെ പോലെ വിഷമിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർക്ക് വരാൻ താല്പര്യമുണ്ട്. ഇവിടെ വന്ന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. കുഞ്ഞിനെ കൊണ്ട് എന്തായിട്ടും പോവാം. ഇതേപോലത്തെ കുട്ടികളുള്ള ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമതാവാൻ വേണ്ടി പേടിയാണ്. അപ്പോൾ വരുന്നില്ല, അത് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. അവർക്ക് ധൈര്യമായിട്ട് വരാൻ ഇവിടെ ചികിത്സ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ക്രാഫ്റ്റിലുള്ളവരോടോ? മെയിനായിട്ട് അഷ്റഫ് ഡോക്ടറോട്, ഡോക്ടറോട്, പിന്നെ ഹരിസാറ്, ഋതു മേഡം, റീമ ഡോക്ടർ, ആലിഷ മേഡം, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഭയങ്കര ഇതായിരുന്നു. രാഗി സിസ്റ്റർ ഇതൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളുള്ള ടെൻഷൻ അടിച്ച് ഇവിടെ വെക്കുമ്പോൾ അവരൊക്കെ ചിരിച്ചുകൊണ്ട് വന്നാൽ എല്ലാ
ടെൻഷനൊക്കെ മാറിപ്പോ അത്രയ്ക്കും ഇതായിരുന്നു.